ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ രാജാവിന്റെ നേതൃത്വത്തിൽ 3 ഘട്ടങ്ങളിലായി യൂദായെ ബാബിലോണിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു. BC 606 ആ നാട്ടിലെ പ്രധാനപ്പെട്ടവരെ, അതായത് രാജകുടുംബത്തിൽപ്പെട്ടവരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയുമാണ് ആദ്യം നാടുകടത്തിയത്. ആ സമയത്ത് നാടുകടത്തപ്പെട്ടവരാണ് ദാനിയേലും ദാനിയേലിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചെറുപ്പക്കാരും. അവർ അവിടെ എത്തിയതിനു ശേഷം ബാബിലോണിലെ കൊട്ടാരത്തിൽ ജോലിക്കാരായി നിയമിക്കപ്പെട്ടു. കാരണം അവരെല്ലാം പ്രഭു കുടുംബത്തിൽപ്പെട്ടവരും ഭരണം അറിയാവുന്ന മിടുക്കന്മാരുമായിരുന്നു. രണ്ടാമതായി BC 597 കച്ചവടക്കാരെ, കരകൗശലക്കാരെ, നല്ല ജോലിക്കാരെ, അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നാടുകടത്തിയത്. ആ സമയത്ത് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ പുരോഹിതനായ എസെക്കിയേൽ ഉണ്ടായിരുന്നു. പ്രവാസത്തിന്റെ കാലത്ത് അവരെ ധൈര്യപ്പെടുത്തിയ ആളുകളാണ് പ്രവാചകന്മാരായ ദാനിയേലും എസെക്കിയേലും. 70 വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം, കർത്താവിലേക്ക് തിരിയുക എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ പ്രവാചകന്മാരാണ് ഇവർ. അവസാനമായി BC 587 BC 586 കാലഘട്ടങ്ങളിൽ നബൂഖദ്നേസർ രാജാവ് വന്ന് ജെറുസലേം ദേവാലയം മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കി. കുറെ പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരെ നാടുകടത്തി. അങ്ങനെ ഈ അവസാന കാലത്ത് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ നാടുകടത്തപ്പെട്ടു. അതാണ് ജെറമിയ. പക്ഷേ ജെറമിയ ബാബിലോണിലേക്കല്ല പോയത്. കുറെ ആളുകൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ അവരുടെ കൂടെ പോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. മുഴുവൻ വീഡിയോ കാണാൻ ചാനൽ സന്ദർശിക്കുക.